നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം LGSനും OAക്കും വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്നും എടുത്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ചത് തന്നെയാണ്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഉത്തരം കെടാവിളക്കാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? കെടാവിളക്ക് എന്നാണ് അതിന്റെ പേര്. അതുപോലെ അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചോദിച്ചാൽ സർദാർ പട്ടേലും VP മേനോനുമാണ്. സർദാർ പട്ടേലും VP മേനോനും. അപ്പോ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ കെടാവിളക്കാണ് പദ്ധതിയുടെ പേര്. അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചോദിച്ചാൽ സർദാർ പട്ടേലും VP മേനോനുമാണ്. അടുത്ത ചോദ്യം, അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതെന്നാണ് ചോദിച്ചത്. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം മലമ്പനിയാണ്. അടുത്ത, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുഷ്ഠവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതെന്ന് ചോദിച്ചാൽ മലമ്പനിയാണ്. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ മെഡിസെപ്പ് ആണ്. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ മെഡിസെപ്പ് ആണ്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതെന്നാണ് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അയോർട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോർട്ടയാണ്. അപ്പൊ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ മെഡിസെപ്പ് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ധമനി ഏതെന്ന് ചോദിച്ചാൽ അയോർട്ടയാണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം നോക്കാം. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കേരള ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ പീച്ചിയിലാണ്. അതുപോലെ വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണെന്ന് ചോദിച്ചാൽ പരമാവധി സമയം 30 ദിവസമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിടിച്ചു എത്ര രൂപയാണോ അതിന്റെ ഫീസ് എന്ന് വെച്ചാൽ 10 രൂപയാണ് അതിന്റെ ഫീസ്. ഒരു അപേക്ഷ നമ്മൾ 10 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണോ അറിയേണ്ടത് അത് എത്ര ദിവസത്തിനകം പറയും? 30 ദിവസത്തിനകം പറയണം. അപ്പോ കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചിയാണ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണെന്ന് ചോദിച്ചാൽ 30 ദിവസമാണ്. അടുത്ത ചോദ്യം, ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏതെന്നാണ്. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏതെന്ന് ചോദിച്ചാൽ നൈട്രേറ്റ് ആണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കാൻ ഹേബിയസ് കോർപ്പസ് ഉണ്ട്, മാൻഡമസ് ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, കോവാറന്റ് ഉണ്ട്. ലിസ്റ്റ് 2 കിടക്കുന്നത് എന്ത് അധികാരത്തിൽ ശരീരം ഹാജരാക്കുക, നിരോധനം, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് അറിയാം. ശരീരം ഹാജരാക്കുകയാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അത് ഒന്നും അറിയാത്തവരിപ്പം നമ്മളിപ്പം ചേരുംപടി ചേർക്കുമ്പോൾ ഇത് മാത്രമല്ല, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുകയാണ്. അപ്പൊ 1, 2 ആണ്. അതുപോലെ മാൻഡമസ് എന്ന് പറയുമ്പോ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. മാൻഡമസ് എന്താണ്? ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നാണ്. അതുപോലെ പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്ക് നിന്ന് തന്നെ നമുക്ക് കിട്ടും എന്താണ്? നിരോധനമാണ്. പ്രൊഹിബിഷൻ നിരോധനമാണ്. കോവാറന്റോ എന്ത് അധികാരത്തിൽ? അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം, എല്ലാവരും പഠിക്കുന്നതാണ്. പക്ഷെ ചിലതൊക്കെ ഒന്ന് മാറിപ്പോകും. ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് ഹേബിയസ് കോർപ്പസ്, അപ്പൊ ശരീരം ഹാജരാക്കുകയാണ്. പിന്നെന്താ അറിയായിരിക്കും? പ്രൊഹിബിഷൻ നിരോധനമാണ്. അപ്പൊ മാൻഡമസും കോവാറന്റും ഒക്കെ ചിലർക്ക് മാറിപ്പോവാറുണ്ട്. അപ്പൊ എന്താണ്? മാൻഡമസ് എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങൾ ആജ്ഞാപിക്കുന്നു ആണ്. കോവാറന്റ് എന്ന് പറയുമ്പോൾ എന്ത് അധികാരത്തിലാണ്? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, പ്രൊഹിബിഷൻ നിരോധനം, കോവാറന്റോ എന്ത് അധികാരത്തിലാണ്? അപ്പൊ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? കെടാവിളക്ക് പദ്ധതിയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം ചോദിച്ചാല് സർദാർ പട്ടേലും VP മേനോനും ചേർന്നിട്ടാണ്.
അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? മലമ്പനിയാണ്. അതുപോലെ തന്നെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ കുഷ്ഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ മെഡിസെപ്പ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണെന്ന് ചോദിച്ചാൽ അയോർട്ടയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോർട്ടയാണ്. അതുപോലെ കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പീച്ചിയാണ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്കുമേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം എത്രയാണ്? 30 ദിവസമാണ്. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏതെന്ന് ചോദിച്ചാൽ നൈട്രേറ്റ് ആണ്. ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം നൈട്രേറ്റ് ആണ്. അതുപോലെ ചേരുംപടി ചേർക്കുക, ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, പ്രൊഹിബിഷൻ നിരോധനം, കോവാറന്റോ എന്തധികാരത്തിൽ. അപ്പൊ ഇതാണ് ഇന്നത്തെ 10 ചോദ്യം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.